അന്ന് ജൂൺ 18, 2024 ഒറീസയിലെ ഭദ്രാക്കില് റെയിലിചന്ദ് ഏരിയയിലായിരുന്നു സുഗന്ധി എന്ന് പറയുന്ന 38 വയസ്സുള്ള സ്ത്രീയും അവരുടെ ഹസ്ബൻഡും താമസിച്ചിരുന്നത്. അവർക്ക് 9 വയസ്സുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. അന്ന് രാവിലെ തന്നെ സുഗന്ധി എഴുന്നേറ്റിട്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ്, ഞാനിന്ന് ടൗണിലോട്ട് പോവാണ് നമ്മളെ മകളെയും കൂട്ടിയിട്ട്. എനിക്ക് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും മോളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒറ്റക്ക് പോകണോ ഞാനും കൂടെ വരാമെന്നുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ ഒരു സുഗന്ധി പറഞ്ഞു, വേണ്ട, നിങ്ങളൊരു ദിവസം ജോലിയൊന്നും കളഞ്ഞിട്ട് വെറുതെ വരാൻ നിൽക്കട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള സുമതി അമ്മയുടെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, അപ്പോൾ നല്ല ദിവസമുള്ള പയ്യൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവനെയും കൊണ്ട് പോകാമെന്നുള്ളൊരു കാര്യം ഇതേപോലെ തന്നെ അവർ പറയുകയായിരുന്നു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. രാവിലെ തന്നെ ഇയാൾ ജോലിക്കും പോയി. ഈ ഒരു സുഗന്ധിയും കുഞ്ഞും അതുപോലെ തന്നെ ആ പയ്യനും കൂടെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഒരു 5:30 ടൈമൊക്കെ ആയി. അപ്പോഴത്തേനും ഇയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചെത്തി നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇവർ ഇത്രയും നേരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആൾ വീടിന് ചുറ്റും നോക്കി. അതിനുശേഷം നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ചോദിക്കുകയാണ്, അവരെന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലേ എന്നുള്ളത്. അപ്പോൾ നൈബേഴ്സ് പറഞ്ഞു, ഇല്ല, നമ്മളവരെ കണ്ടില്ലല്ലോ, മേ ബി അവിടെ എന്തെങ്കിലും തിരക്കുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നേരം വൈകിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നൈബേഴ്സ് പറയുന്നുണ്ടായത്. അപ്പോൾ ആളും വിചാരിച്ചു, ഓക്കെ, അവിടെ എന്തെങ്കിലും തിരക്കുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വൈകുന്നത്, എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും വന്നോളൂ എന്ന് വിചാരിച്ചു. ആളങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തു, അകത്ത് കയറി, പിന്നെ ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം ഇവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം അങ്ങനെ 6 മണിയായി, പിന്നെ 7 മണിയായി, 8 മണിയായി. അപ്പോഴൊന്നും തന്നെ ആളുടെ ഭാര്യയും കുഞ്ഞും തിരിച്ചു വന്നില്ല. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ആൾ പാനിക് ആവാണ്. ആൾ പുറത്തിറങ്ങിയതേപോലെ തന്നെ ബാക്കി നൈബേഴ്സിൻ്റെ അടുത്തും മറ്റൊക്കെ കാര്യം പറയാണ്. അപ്പോഴത്തേന് ആളുകളൊക്കെ ഇങ്ങനെ കൂടുകയാണ്. അവർ ഈ ഒരു സുഗന്ധിയെയും കുഞ്ഞിനെയും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഇവരെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഹസ്ബൻഡ്, ആ 14 വയസ്സുള്ള പയ്യനുണ്ട്, രാജു എന്നാണ് ആ പയ്യൻ്റെ പേര്. ആ പയ്യനായിരുന്നു ഇവർക്ക് കൂട്ടുപോയിട്ടുണ്ടായത്. അപ്പോൾ ആ പയ്യനെ കാണുന്നത്. ആ പയ്യനെ അടുത്തോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, നിൻ്റെ കൂടെ അല്ല അവർ പോയത്, അപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഞങ്ങൾ നേരെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി, അതിനുശേഷം അവിടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു ഉച്ചക്ക് കഴിഞ്ഞ സമയത്ത് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പിന്നെ എൻ്റെ കാര്യം അന്വേഷിച്ചങ്ങ് പോയി എന്നുള്ള ഒരു കാര്യം ആ പയ്യൻ വളരെ കാഷ്വലായിട്ട് പറയാണ്. ഇത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോവാണ്. കാരണം ഉച്ചക്ക് ഇങ്ങോട്ട് വന്ന അവർ എവിടേക്കാണ് പോയത്? ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആ ഒരു സുഗന്ധിയുടെയും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിൻ്റെയും സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. സുഗന്ധി കുഞ്ഞ് ഉച്ചക്ക് വന്നാണല്ലോ, എന്നിട്ട് ഇവരെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാവരും തന്നെ ആ ഒരു ഗ്രാമം മുഴുവൻ അരിച്ചു വിറക്കാണ്. എല്ലായിടത്തും അന്വേഷിക്കാനായിട്ട് തുടങ്ങി. സമയം ഒരു 10 മണിയായി. അവരെ അന്വേഷണം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. 10:30 ആയപ്പോൾ ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ 14 വയസ്സുള്ള പയ്യൻ ഇവരുടെ കൂടെ നിന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ്, ഒരു 10:30 കഴിഞ്ഞ സമയത്ത് ഈ ഒരു പയ്യൻ ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടി വരുന്നത്. എന്നിട്ട് ആ പയ്യൻ അവരോട് പറഞ്ഞു, നമ്മളുടെ ഗ്രാമത്തിൻ്റെ ഔട്ടറിൽ കിടക്കുന്ന ഒരു 6ൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു പാലില്ലേ, ആ പാലത്തിൻ്റെ അടിയിൽ സുഗന്ധി ആൻ്റിയും മോളും കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പയ്യൻ വന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ ആകെപ്പാടെ ഞെട്ടി നേരെ അങ്ങോട്ട് ഓടുകയാണ്. അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഹാഫ് നെയ്ക്കഡായിട്ട് കിടക്കുന്ന ആ 38 വയസ്സുള്ള സുഗന്ധിയെയും അതുപോലെ തന്നെ ഫുള്ളി നെയ്ക്കഡായിട്ട് കിടക്കുന്ന അവരുടെ ആ ഒരു 9 വയസ്സുള്ള കുഞ്ഞിനെയുമായിരുന്നു അവർ കണ്ടത്. അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ചതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. ഇത് കണ്ട ആളുകൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ ആ ഗ്രാമത്തിലെ തന്നെ കുറച്ച് ആളുകൾക്ക് ചില സംശയങ്ങൾ വരികയാണ്. അവർ ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞ്? അതായത് ഇത് ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറേ മാറിയിട്ടാണ്, കുറച്ച് ഔട്ടറിലാണ് ഈ ഒരു പാലവും അതിൻ്റെ താഴെ ഇവർ കിടക്കുന്നുണ്ടായിരുന്നത്. നീ ഇതെങ്ങനെ അറിഞ്ഞു? നീ ഇത് ഏത് സമയത്ത് ഇവിടെ നോക്കി എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞ്, ഞാനിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഓരോന്നോരോന്ന് ചോദിച്ചല്ല, എനിക്കിതെങ്ങനെ അറിയാം, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അതോ ആരില്ലാണ്ട് ഒറ്റക്ക് നീ എന്തിനാണ് ഇങ്ങനെ വന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഈ പയ്യൻ പതിയെ പേടിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കൂടുതൽ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് ഓടി അടുത്തുള്ളൊരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേനും നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, നീ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, നീ താഴോട്ട് ഇറങ്ങി വായോ എന്ന് പറയുകയാണ്. എന്നാൽ എന്ത് ചെയ്തിട്ട് ആ ഒരു പയ്യൻ മോളിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനുമാണ് പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് വരുന്നത്. പോലീസുകാർ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട്. ആ പോസ്റ്റിൻ്റെ മണ്ടയിൽ ഒരു പയ്യൻ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ ഇതേപോലെ തന്നെ അടുത്ത് കൂടിയിരുന്ന നാട്ടുകാരോട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു.
അപ്പോൾ നാട്ടുകാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുഗന്ധി എന്ന് പറയുന്നൊരു സ്ത്രീയും കൊച്ചും ഈ പയ്യൻ്റെ കൂടെ ആയിരുന്നു രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവർ വന്നു എന്നാണ് പറയുന്നത്. പിന്നെ തള്ളയും കൊച്ചിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പയ്യനാണ് ഈ ഒരു ബോഡി ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്ന് വന്നിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇതെങ്ങനെ നിനക്കറിയാമെന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ പയ്യനൊന്നും പറയാതെ നേരെ ആ പോസ്റ്റിൻ്റെ മുകളിൽ കയറി, ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവനക്ക് എന്തെങ്കിലും അറിയായിരിക്കും സാറേ, അപ്പോൾ സാറുമാരെ എന്നൊന്നും ചോദിച്ചു നോക്കാനായിട്ട് പറയാണ്. പോലീസുകാർ ആ പയ്യൻ്റെ അടുത്ത് സംസാരിപ്പിച്ച് അനുനയിപ്പിച്ച് ആ ഒരു പയ്യനെ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു ക്രൈം സീനിലോട്ട് പോയി നോക്കുമ്പോൾ ആ ഒരു ദാരുണമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കാണുന്നത്. നോക്കിയപ്പോൾ രണ്ടുപേരുടെയും കഴുത്ത് ഞെരിച്ച പാടുകളുണ്ട്. അപ്പോൾ ഇവരെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. പിന്നീട് അവിടെ നിന്ന് ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പയ്യനെ കസ്റ്റഡിയിലെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ് ക്വസ്റ്റ്യനും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റേഷനിലെത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ പയ്യൻ ഈ 2 കൊലപാതകവും താനാണ് ചെയ്തതെന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തിനാണ് നീ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്, എന്താണ് നിനക്ക് അവരോടുള്ള ദേഷ്യം എന്നുള്ളത് പോലീസുകാർ ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, രാവിലെ തന്നെ സുഗന്ധിയും മോളും വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൂട്ടുവരാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കാഷ്വലായിട്ട് ആ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി, അവരെ കൂടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ആ പാലത്തിൻ്റെ അപ്പുറം ബസ് ഇറങ്ങി ഗ്രാമത്തിലോട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ 1000 രൂപ തിരിച്ചു വെച്ചു. അതായത് കുറച്ചാൾ മുൻപ് ഈ ഒരു സുഗന്ധിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 1000 രൂപ ഞാൻ കടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് അവർ ആ പൈസ തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ തരുന്നുണ്ടായിരുന്നില്ല. ഓരോ സമയത്ത് ഇത് ഓരോരോ മുട്ടിന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാഗ് അടിപ്പിക്കുകയാണുണ്ടായത്. അപ്പോൾ എനിക്ക് എന്തായാലും ആ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ അടുത്ത് ആ പൈസയുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോഴും അവർ ഓരോന്ന് ഒക്കെ ഇങ്ങനെ ഒഴിയാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ കിട്ടണം. അങ്ങനെ ഒച്ചെടുത്തു, ദേഷ്യത്തിൽ സംസാരിച്ചു. അപ്പോൾ അവരുടെ മട്ട് മാറാണ് ഉണ്ടായത്. അപ്പോൾ സുഗന്ധി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്, നീ ഒരു ചെറിയ ചെക്കനാണ്, ഒരു ചീള് പയ്യനാണ്, നിനക്ക് ഞാൻ ഒരു ഒറ്റ പൈസ തരില്ല, നിനക്ക് ഞാൻ ഒന്നും തരില്ല, നിന്നെ കൊണ്ട് പറ്റണമെന്ന് നീ ചെയ്യാനായിട്ട് പറയുകയാണ്. ഇത്രത്തോളമൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു എന്നാണ് ആ ഒരു പയ്യൻ പറഞ്ഞത്. അതായത് എൻ്റെ പൈസയും വാങ്ങി അവസാനം എന്നെയും ചീത്ത പറയുന്നു എന്നുള്ളൊരു ആ ഒരു ഇതിൽ ആ ദേഷ്യം വന്ന് എൻ്റെ കൈ വലിച്ചിങ്ങായിട്ട് ആ സ്ത്രീ ഒരൊറ്റ അടിയാണ് ഉണ്ടായത്. ആ അടിയിൽ സുഗന്ധി നിലത്ത് വീണു. ആ ഒരു സമയത്ത് തന്നെ അവരുടെ മേത്ത് കയറി ഇരുന്നിട്ട് കഴുത്ത് ഞെരിക്കുകയായിരുന്നു. ആ കഴുത്ത് ഞെരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ബോധം പോയി. അപ്പോൾ ആ 9 വയസ്സുള്ള പെൺകുട്ടി അടുത്ത് നിന്ന് കരയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിനോട് പറഞ്ഞു, മിണ്ടാണ്ട് നിന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മനെ ഞാൻ കൊന്നളയെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി ഒച്ച ഉണ്ടാക്കാതെ ഇങ്ങനെ കരയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ആറുണ്ട്, അതിൻ്റെ അവിടെ പാലുണ്ട്. അപ്പോൾ ഒരു ഐഡിയ തോന്നി. അങ്ങനെ അവരെ വലിച്ചുകൊണ്ട് ആ ഒരു പാലത്തിൻ്റെ ആ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ആ പാലത്തിൻ്റെ താഴെ വെക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയും ഇവരെ കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സുഗന്ധിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഈ പയ്യൻ തിരിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കാണാണ്. അപ്പോൾ ആ പയ്യൻ്റെ ഉള്ളിൽ ഒരു കാമപ്രാന്ത് ഉണരുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ അയാൾ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനുശേഷം ആൾ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി. പിന്നീട് ഈ പയ്യനിങ്ങനെ തിരിയുമ്പോൾ സുഗന്ധി ഇങ്ങനെ ബോധം വരുന്നുണ്ട്. അപ്പോൾ സുഗന്ധിക്ക് ബോധം വന്നത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും ആ പയ്യൻ ആ സ്ത്രീയുടെ മേലോട്ട് ചാടിക്കയറിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്രത്തോളം കഴിഞ്ഞിട്ടും ആളുടെ ഒരു കാമപ്രാന്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല 14 വയസ്സുള്ള പയ്യൻ്റെ. അതിനുശേഷമാണ് ആ പയ്യൻ ഈ ഒരു സുഗന്ധിയെയും റേപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ നേരെ നാട്ടിലോട്ട് വന്നു. പിന്നീട് ഈവനിങ് ടൈം ആയപ്പോൾ ഇതേപോലെ തന്നെ അവർ രണ്ടുപേരും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ അന്വേഷിച്ചടക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ പയ്യനും കൂടെ അന്വേഷിക്കാനായിട്ട് കൂടി. അങ്ങനെ കുറേ ഇങ്ങനെ അന്വേഷിച്ച് അവസാനം ഈ പയ്യൻ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ട്വിസ്റ്റൂടെ സംഭവിക്കുകയാണ്. ഈ പയ്യൻ അമ്മൂമ്മയുടെ അടുത്തായിരുന്നല്ലോ നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ നൈബേഴ്സ് പോലീസിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ഒരു 3-4 ദിവസമായിട്ട് അവരെ കണ്ടിട്ടില്ല. അവർ സാധാരണഗതിയിൽ പുറത്തൊന്നും പോകാത്ത ആളുകളാണ്. അതായത് മക്കളുടെ വീട്ടിലോട്ട് വരെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് വിട്ടങ്ങനെ പോകാത്ത ഒരാളാണ്. എന്നാൽ 3-4 ദിവസമായിട്ട് കണ്ടിട്ടുമില്ല, യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്താണെങ്കിലും അവനോടൊന്ന് ചോദിച്ചു നോക്കുക അവരെവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഇതേപോലെ തന്നെ പോലീസുകാരോട് നൈബേഴ്സ് പറയാണ്. അപ്പം നൈബേഴ്സ് ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ അമ്മൂമ്മ എവിടെയെന്നുള്ളത്. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഈ പയ്യൻ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ എന്താണെന്നറിയില്ലല്ലോ. പോലീസുകാർ ഇവനെയും കൊണ്ട് പോവാണ്. ഇവൻ നേരെ ആ പാലത്തിൻ്റെ സ്ഥലത്തോട്ട് തന്നെയാണ് കൊണ്ടുപോയത്.
എന്നിട്ട് ആദ്യത്തെ ആ ക്രൈം സീൻ ഉണ്ടല്ലോ അവിടേക്ക് പോകുന്ന കണ്ടപ്പോൾ പോലീസുകാർ ചോദിച്ചാൽ എന്താണ് നീ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് ഒരു കുറ്റിക്കാട്ടിലോട്ട് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് എൻ്റെ അമ്മൂമ്മ ഉള്ളതെന്ന് പറഞ്ഞ കാര്യം. പോലീസുകാർ ആ ഒരു എന്താ പറയുക കുറ്റിക്കാട് ഏരിയ സെർച്ച് ചെയ്തപ്പോൾ പകുതി അഴുകിയ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, 62 വയസ്സുള്ള സുമതി എന്ന് പറയുന്ന ഈ പയ്യൻ്റെ അമ്മൂമ്മ തന്നെയായിരുന്നു. അപ്പോൾ എന്തിനാണ് അത് നിൻ്റെ അമ്മൂമ്മയും കൊന്നതെന്ന് ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വന്നന്ന് തുടങ്ങിയിട്ട് അമ്മൂമ്മയുടെ അടുത്തൊരു 1000 രൂപ ചിലവിന് വേണ്ടി ചോദിക്കുകയാണ്. എനിക്കത് തന്നില്ല. 3-4 ദിവസമായി ഞാൻ ചോദിക്കണം. അവസാനം എനിക്ക് തരില്ല എന്നുള്ളൊരു ഇതായപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ആ ദേഷ്യത്തിൽ ഞാൻ ഒരു അടി അടിച്ചാണ്. അപ്പോൾ അമ്മൂമ്മയുടെ ബോധം പോയി നിലത്ത് വീണ്. പിന്നെ രാത്രി തന്നെ ഞാൻ ആരും അറിയാതെ അവരെവിടെ കൊണ്ടുവന്നിങ്ങായിട്ട് എന്താ പറയുക കിടത്തിയിട്ട് ഞാൻ എൻ്റെ പഠനേഷിച്ച് പോയി എന്നുള്ളൊരു തരത്തിൽ ഈ പയ്യൻ പറയുകയാണ്. അപ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലായത്. തങ്ങൾ പിടികൂടിയത് എന്താ പറയുക 14 വയസ്സുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു ക്രൂരനായ സീരിയൽ കില്ലറെയാണ് എന്നുള്ളത്. ഇപ്പോൾ ആ പയ്യൻ ജുവനൈൽ കസ്റ്റഡിയിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനിയൊരു കേസിൽ എന്തൊക്കെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയാൻ തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതല്ലേ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യൻ ജുവനൈലായതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.